Hi friends, welcome to Lina's Kitchen. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ദാ ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു വാഴയില ചിക്കൻ ചട്ടിക്കറി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു നാടൻ ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ്. ഒരു അടിപൊളി കറിയാണ്. പൊറോട്ടയുടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ അടിപൊളി ചിക്കൻ കറി, വാഴയില ചിക്കൻ ചട്ടിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാത്ത ചിക്കൻ വേണമെങ്കിലും എടുക്കാം. അതായത് ബോണുള്ള ചിക്കൻ എടുക്കാം. എന്നിട്ട് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാം ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നാരങ്ങയുടെ നീരും. ഞാനിപ്പോൾ ഇവിടെ വലിയ നാരങ്ങയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അരമുറിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു ഫുൾ നാരങ്ങ എടുക്കാം. അപ്പോൾ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് മിനിമം അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റും മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ അരമണിക്കൂർ മാത്രമേ മാരിനേറ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒന്നെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ്. ഓക്കെ. അപ്പോൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. 2 സൈഡും ഒന്ന് കളറ് മാറിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഇത് കറിയിൽ അല്ലെങ്കിൽ ഗ്രേവിയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് കളർ മാറുന്നവരെ, ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 2 സൈഡും ഒന്ന് കളർ മാറുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചട്ടിയും ചൂടാവണം, ഇലയും ഒന്ന് വാടണം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വാഴയില ഞാൻ മുറിച്ചെടുത്ത വാഴയിലയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ പീസായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ചിക്കൻ മുങ്ങിക്കിടക്കണം, അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളുടെ ചെറിയ ചട്ടിയാണെങ്കിൽ 1 കപ്പോളം മതിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇങ്ങനെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതും 4-5 പച്ചമുളകും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
പിന്നെ ഞാനിവിടെ ഒരു ഭംഗിക്ക് ഇവിടെ കിട്ടുന്ന ഒരു ചെറി ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു ടൊമാറ്റോ ഉണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിനി ഇത് തിളപ്പിച്ചെടുക്കാം. അതായത് ഇനി ചിക്കൻ വേവാനുണ്ടെങ്കിൽ അത് ഇതിൽ കിടന്ന് വെന്തോളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കിയിട്ട് വേണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇല എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാനത് മുറിച്ച് വെച്ച ഇല ആയതുകൊണ്ട് അതിങ്ങനെ താഴോട്ട് പോവുമായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ മുഴുവനുള്ള ഇല ഉണ്ടെങ്കിൽ ചട്ടിയുടെ സൈസ് അനുസരിച്ച് അത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇല എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആ ചിക്കൻ വേവുന്ന വരെ ഇത് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് നല്ല മണമൊക്കെ കിട്ടി തുടങ്ങും. കാരണം ആ ഇലയിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് ഇതിൻ്റെ കളറൊക്കെ മാറും. ആദ്യം കുറച്ച് വെള്ള കളറായിട്ട് ഇരിക്കും, പിന്നെ അത് മാറി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വാഴയില ചിക്കൻ ചട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ അടിപൊളിയാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാനിത് സെർവ് ചെയ്യാൻ പോകുന്നത് വാഴയിലയിൽ ഒരു പൊറോട്ടയൊക്കെ വെച്ചിട്ട് ആ ചിക്കൻ്റെ പീസ് മാത്രം ആദ്യം എടുത്തു, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു നാടൻ ചിക്കൻ കറി വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വാഴയില ചിക്കൻ ചട്ടിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.